വിശ്വസിക്കേ, എന്നെ വിശ്വസിക്കേ. ഞാൻ പറയുന്നതാ സത്യം. ഞാൻ ചെയ്തതൊരു മഹാപാപമാണെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവനാ ഞാൻ. ആ പാപത്തിന് എല്ലാ പരിഹാരവും കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വന്നതല്ല. എന്റെ അമ്മ സത്യം, നിങ്ങളെ ഒരാൾ ഇവിടുന്ന് ഇറക്കി വിടില്ല. ഒരാൾക്കും ഇറക്കി വിടാൻ പറ്റില്ല. എന്നെ വിശ്വസിക്ക്. ആ വക്കീലും കമ്പനിക്കാരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു, നിങ്ങളെ ചതിക്കുകയായിരുന്നു, ആ മൂസ സേട്ടുവിനെ ചതിക്കുകയായിരുന്നു. നിങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഞാനായിട്ടാണ് അവർക്ക് കരാർ ഉണ്ടാക്കി കൊടുത്തത്. ആ കരാർ അവരുടെ മുന്നിലിട്ട് വലിച്ചു കീറിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുള്ള ശിക്ഷയാ അവരിപ്പോ നിങ്ങളെ കൊണ്ട് എനിക്ക് ഈ തരിച്ചത്. സാരമില്ല, ഒന്നുമില്ലെങ്കിലും എനിക്കിനി മനസമാധാനത്തോടെ മടങ്ങിപ്പോവാല്ലോ. അത് മതി, അത് മാത്രം മതി എനിക്ക്. പക്ഷെ നിങ്ങൾക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ മൂസ സേട്ടുവിനെ ഇവിടെ കൊണ്ടുവരണം, നിങ്ങളോടൊപ്പം ഇവിടെ താമസിപ്പിക്കണം. അങ്ങനെയെങ്കിലും നിങ്ങൾ ഇത്രയും കാലം അയാളോട് ചെയ്ത ദ്രോഹത്തിനൊരു പരിഹാരം ചെയ്യും. അയാൾ പാവമാണ്, അയാളെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല. ഈ സ്ഥലം നിങ്ങൾക്ക് വിട്ടുതരാൻ അയാൾ തയ്യാറാണ്. പക്ഷെ നിങ്ങളിൽ തന്നെയുള്ള ചിലരാണ് അതിന് സമ്മതിക്കാത്തത്. അവരെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അവരെ തോൽപ്പിക്കാനാണ് നിങ്ങൾ ഈ ശക്തി കാണിക്കേണ്ടത്. അല്ലാതെ പാലക്കാട്ടുള്ള ഈ പാവം പട്ടരെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടല്ല. സ്വാമി, മാപ്പാക്കണം സ്വാമി, നമ്മളോട് മാപ്പാക്കണം സ്വാമി, മാപ്പാക്കണം. സ്വാമി, സ്വാമി വേഗം പുറപ്പെട്. ഇനി അമ്മ വരുന്നവരെയൊന്നും കാത്തു നിൽക്കണ്ട. വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. എന്താ? ദേ, ആ ദുഷ്ടന്മാര് മുഴുവൻ വന്നിട്ടുണ്ട്. അവര് സ്വാമിയെ തേടി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പോ. ഉണ്ണി എന്തിനാ പേടിക്കണേ? ഇപ്പൊ നിങ്ങൾ കോളനിക്കാര് മുഴുവൻ എന്റെ കൂടില്ലേ? പിന്നെന്താ? കോളനിക്കാര് ഒന്നിനും സ്വാമിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടാ. പേടിച്ചിട്ട് ഒറ്റ ഒരുത്തിനും പുറത്തു പോലും വരില്ല. അതാ കോളനിക്കാര്. നോക്കി നിൽക്കാണ്ട് വേഗം വാ, വേഗം വരാൻ. ഇതില് വാ. ഉണ്ണി, ഉണ്ണി ഞാൻ പറയുന്നത് ഒന്നും പറയാനുള്ള സമയമല്ല. വേഗം പോ. അല്ല ഞാൻ പറയുന്നത് അല്ല, അമ്മയോടൊന്നും പറയാൻ ഞാൻ പറഞ്ഞോളാം. പോ. ദൈവത്തെ ഓർത്ത് ഞാൻ പറയണമെന്ന് കേക്ക്. ഇനി ഇവിടെ നിന്ന് ആപത്താ. വേഗം പൊയ്ക്കോ. പോ സ്വാമി. സ്വാമി,
നീ അങ്ങനെ കേവലായിട്ട് ഇവിടുന്ന് പോകണ്ടടാ. വിളിച്ചു കൂടാ. ഇതിനകത്ത് വന്ന് നിന്നെ രക്ഷിക്കാൻ പോകാനോ നോക്കട്ടെ. കൂടാ മിണ്ടില്ലടാ. നിന്റെ ശബ്ദം കേട്ടതായിട്ട് ഒരു അരുമിണ്ടില്ല. നിങ്ങളെ ആഗ്രഹിക്കും. അൽഹംദുലില്ലാഹ്. ഞാൻ വരുന്നേ.
സ്വാമി, ആ, സ്വാമിക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ദേഷ്യോ എന്തിന്? ആ ദുഷ്ടന്മാരുടെ കൂടെ ജീവിച്ച് ഛെ, ഇനി ഞങ്ങൾ മനുഷ്യന്മാരായിട്ട് ജീവിക്കും. മരിക്കുന്നവരെ സ്വാമിയെ ഞങ്ങൾക്ക് മറക്കാനും പറ്റില്ല. എവിടെ കണ്ടില്ലല്ലോ ഉണ്ണി? ഉണ്ണി, ആ, ദേ. ഇപ്പൊ ഉണ്ണിയെ ഞാൻ കൂടെ കൊണ്ടുപോകാത്തത് മറ്റൊന്നും കൊണ്ടല്ല. ആദ്യം ഞാൻ എന്റെ അമ്മയെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കട്ടെ. അവരൊക്കെ പഴയ ആളുകളല്ലേ, അത്ര പെട്ടെന്നൊന്നും അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ലല്ലോ. ഉണ്ണി, ഞാൻ വരും. അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഉണ്ണിയെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. വരട്ടെ. വരട്ടെ. സ്വാമി, എന്താ ഇത്? എന്താ ഇത്? കരയ? സ്വാമിയോട് ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ കരയ? ചിരിക്കടാ. അങ്ങനെ മിടുക്കൻ.